ഇലാഹി ഞങ്ങൾ തേടുന്നു ഇബാദത്താനിത കേഴുന്നു റസൂലിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ ചേർക്കണേ. റഹിമായവൻ നീയാണ്, റഹിമായവൻ നീയാണ്, റഹിമായവൻ നീയാണ്, റഹിമായവൻ നീയാണ്. ശംസുദിച്ചിട്ട് വിയർപ്പിൽ മുങ്ങുമ്പോൾ, വിയർപ്പിൽ മുങ്ങുമ്പോൾ ഓതിടും നന്ദികളെമ്പാടും ഇന്ന് ഓമന കുഞ്ഞുങ്ങളെല്ലാരും ഒത്തൊരുമിച്ചിത നീങ്ങിടട്ടെ ഇന്ന് ഒരുമയിൽ പാടുന്നു ശുക്രുകളെ. ഓതിടും നന്ദികളെമ്പാടും ഇന്ന് ഓമന കുഞ്ഞുങ്ങളെല്ലാരും ഒത്തൊരുമിച്ചിത നീങ്ങിടട്ടെ ഇന്ന് ഒരുമയിൽ പാടുന്നു ശുക്രുകളെ. ഓടിടും നന്ദികളെമ്പാടും ഇന്ന് ഓമന കുഞ്ഞുങ്ങൾക്കെല്ലാരും ഒത്തൊരുമിച്ചിത നീങ്ങിടട്ടെ ഇന്ന് ഒരുമയിൽ പാടുന്ന ശുക്രുകളെ. ഓടിടും നന്ദികളെമ്പാടും ഇന്ന് ഓടിടും നന്ദികളെമ്പാടും ഇന്ന് ഓമന കുഞ്ഞുങ്ങൾക്കെല്ലാരും ഒത്തൊരുമിച്ചിത നീങ്ങിടട്ടെ ഇന്ന് ഒരുമയിൽ പാടുന്ന ശുക്രുകളെ. ഓടിടും നന്ദികളെമ്പാടും ഇന്ന് പേടിച്ച പാടികളി ആനന്ദമേകും രാഗം പാടിടും മംഗല്യനേരം, പാടിടും മംഗല്യനേരം. മോദം ആരത്തുവാനെ ഫാത്തിമ ഇണയാക്കുവാനെ മുഞ്ചിൽ അന്നത്തിമുത്ത് തങ്ങളലിയാറെ വരും, തങ്ങളലിയാറെ വരും. കോശം ചമ്പകമലരിയും വർഷം ഓനേനൊത്തമണിഞ്ഞൊരു കോശം ചന്ദിരമണിയിൽ കൊഞ്ചും കോശം ചമ്പകമലരിയും വർഷം ഓനേനൊത്തമണിഞ്ഞൊരു കോശം ദോഷത്താൽ മിനിമിന് മിന്നി സുരസുരവീ ചിരിച്ചിടുന്നേ. ഇരളിന്റെ കഴിയതിൽ മുങ്ങി മറുപടി മങ്ക ജോലിച്ചിടുന്നേ. ദോഷത്താൽ മിനിമിന് മിന്നി സുരസുരവീ ചിരിച്ചിടുന്നേ. മിനിമിന്റെ ചളിയിൽ മുങ്ങി മറുപടി മങ്ക ജോലിച്ചിടുന്നേ. ഈണ പിടിച്ചു മോളി ശേഖിപ്പാടികളെ ഇസ്ലാമിനെ കട്ടിയ താജോരെ ഏറ്റം ഗുണമണിയായി സമതാരേക്ക് നന്ദികളെമ്പാടും ഓമന കുഞ്ഞുങ്ങളെല്ലാരും ഒത്തൊരുമിച്ചിത നീങ്ങിടട്ടെ ഇന്ന് ഒരുമയിൽ പാടുന്ന ശുക്രുകളെ. വെക്കല്ല ചങ്ങായി. ബിൽഡിങ്ങിന്റെ മുകളിൽ
പടലി അണിഞ്ഞു അടിവച്ചു നീങ്ങുകനാം കണികളാം കുഞ്ഞുങ്ങളെ കരിവണ്ണി തീ ശകരങ്ങളെ കറപ്പുരണം തീരങ്ങളെ കമറതി കിരണങ്ങളെ ഇളമണിയാൽ ഈ മലർവാടി വാങ്ങരാകുകനാം അരിയണിയാൽ അരിമുക്കാവൻ അഴകുറ്റ കൊടി പറപ്പിക്കാൻ ഒരുങ്ങിയ സഹാബികൾ തള്ളിയലച്ചി കുതിച്ചിരമിച്ചു മതിച്ചിരസിച്ച് ചമയ്ക്കും കൊടികറി കുടിച്ചും കള്ള പൊകിലുകൾ മതിമറിച്ചും അന്ന് ജയിച്ച് മടിങ്ങവർ വിറച്ച് നടുങ്ങത് കണ്ടാനെ കൊണ്ടാനെ ഭയം പൂണ്ടാനേ കണ്ടാനെ കൊണ്ടാനെ ഭയം പൂണ്ടാനേ കിടക്കുന്ന പതിരിഞ്ചലിരിമാറി അടിപമ്പനഭുജഗംഭീരോടെ നീ തന്ന ജയക്കൊടി പറപ്പിക്കൽ ഒരുങ്ങിയ സഹാബികൾ തള്ളിയലച്ച് കുതിച്ച് മലിച്ച് രസിച്ച് ചമയ്ക്കും കൊടിവരെ കുതിച്ചും കള്ള പവിലുകൾ മതിമറിച്ചും അന്ന് ജയിച്ച് മടിങ്ങവർ വിറച്ച് നടുങ്ങത് കണ്ടാനെ കൊണ്ടാനെ ഭയം പൂണ്ടാനേ കണ്ടാനെ കൊണ്ടാനെ ഭയം പൂണ്ടാനേ വീണേ കിടക്കുന്ന മധുരിന്റെ സുരരോഗം പൂണ്ട പതിരീകളെ 300 പരമാളുകൾ അന്ന് മദീനയിൽ ഒന്നിച്ച് മുന്നേറ്റത്തിനായി ഈമാനുറപ്പിച്ച് ഷാമിൽ നിന്ന് മടങ്ങി വരുന്നവരെ കുറേശികൾ نسلم على الغالي عليك محمد نبي الله عليك محمد نبي الله കൊടി പാടി പറത്തുവാൻ തിരുവത്തിൽ പടരുന്ന് നീങ്ങിയേ തിരുവാരമത്ത് തിരുവടുത്ത പട നീങ്ങിയേ പതിരിന്റെ വിരിമാറി പതിരന്റെ സൂര്യമത്തെ പതിരിന്റെ വിരിമാറി പതിരന്റെ സൂര്യമത്തെ ബഹുജന പടയടെ ബഹുജന പടയടെ പദാമിൻ കാ പദരമ്പ് Mother,
ശക്തസർവ നീങ്ങിയേ കൊഞ്ചും കിളി പാടണേ മഞ്ജു ബൈത്ത് ചൊല്ലണേ മുത്ത് റസൂൽ തങ്ങളെ മതംഗീതമോദണേ മതംഗീതമോദണേ ദിക്കുകൾ അതൊക്കെയിൽ മുഖ്യമാകുമക്കയിൽ ദിക്കുകൾ അതൊക്കെയിൽ മുഖ്യമാകുമക്കയിൽ ഹക്കുതിച്ചു പൊങ്ങിയേ ശക്തസർവ നീങ്ങിയേ ശക്തസർവ നീങ്ങിയേ ശ്രവൺ അളക്കല്ല തമോയുഗത്തിന്റെ കരിമ്പടത്തിൽ മൂടി പുതച്ചുടങ്ങിയ കാട്ടപ്പ സമൂഹത്തെ ഉന്നത സംസ്കാരത്തിലെത്തിച്ച നേതാവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വാൾകൊണ്ടല്ല, പരിച കൊണ്ടല്ല, രക്തവിപ്ലവങ്ങളെ കൊണ്ടല്ല, മറിച്ച് ഉന്നതമായ സ്വഭാവ മഹിമ കൊണ്ട് തങ്ങളെ ആക്രമിക്കുന്നതിലേക്ക് അവരെ സഹായിച്ചു. നോക്കൂ, എത്ര മഹത്തരമാണ് പ്രവാചകന്റെ ജീവിതം. അല്ലമയിലായി ജനിച്ച് സന്ദേശം പ്രതീക്ഷിച്ചപ്പോൾ കള്ളനായും മാനനകരാലനായും ചിത്രീകരിക്കപ്പെട്ടു. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച് പ്രബോധനവുമായി മുന്നേറുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ഈ ലോകത്തിൽ പരിപൂർണമായ ഒരേ ആരാൾ മാത്രമേ ഉള്ളൂ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. അല്ലാഹു എല്ലാവരെയും ശഫാഅത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദുമാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, മറ്റു സഭാവാസികളെ, അസ്സലാമു അലൈക്കും. ഒരു സുപ്രധാനമായ ജന്മദിനത്തിന്റെ സ്മരണകൾ അറിയിക്കുന്ന ഈ മഹൽവേദിയിൽ അല്പം സംസാരിക്കാൻ ലഭിച്ചതിൽ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും എന്തെന്നറിയാത്ത ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തരാകുന്നത്. ചെറുപ്പം മുതലുള്ള ജീവിതത്തിന്റെ രീതിയും സ്വഭാവ ഗുണങ്ങളുമെല്ലാം മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നബി അവർ അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വലുതാവുകയും നബുവത്ത് ലഭിക്കുകയും ചെയ്തപ്പോൾ പ്രാകൃത ജനങ്ങളിലൊക്കെ ഇറങ്ങിച്ചെന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത മനുഷ്യനിർമ്മിത ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്. ഇത് പറഞ്ഞപ്പോൾ അവർക്കത് സഹിച്ചില്ല. അവർ നബിയെ പരിഹസിക്കാനും ഉപദ്രവിക്കാനുമാണ് ശ്രമിച്ചത്. ഞാൻ അതീവ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചെറുപ്പത്തിലുള്ള ജീവിതം മാത്രമേ എനിക്ക് കുറിച്ചറിയാം. അത് ഞാൻ നിങ്ങളോട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ മാതൃക ചെയ്ത് നമുക്കെല്ലാം ഉത്തമമായ മാതൃകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ സത്യസന്ധനും സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായക്കാരെ ബഹുമാനിക്കുകയും പ്രായം കുറഞ്ഞവരെ കാരുണ്യക്കാണിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുന്നിലായിരുന്നു. ഇത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടവഴിക്കൂടെ പോകുന്ന സമയത്ത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലേക്ക് ചപ്പുചവറുകൾ വാരിയിടുന്ന സ്ത്രീ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അതിലൂടെ പോകുന്ന സമയത്ത് ആ സ്ത്രീയെ കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് കയറി നോക്കി. അന്നപ്പോൾ സഹാബാക്കൾ അത് പറഞ്ഞത് ആ സ്ത്രീക്ക് അസുഖമായിട്ടാണ് കിടക്കുകയാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖം മാറാനുള്ള മരുന്നുകളും വാങ്ങി കൊടുക്കുകയും ചെയ്തു. ആ നബിയുടെ മാതൃകയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത്രയും പറഞ്ഞതാണ് നാഥൻ പഠിച്ചത് കളിമണ്ണിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് തന്നെയാണ്. ശേഷം അവൻ നമ്മെ വ്യക്തിത്വ സമൂഹങ്ങളും ഗോത്രങ്ങളും തിരിച്ചത് നമ്മൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു പറയുന്നു,
ഓ മുസ്ലിങ്ങളെ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. നിങ്ങളെ നാം വ്യത്യസ്ത സമൂഹങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അതെ, നിങ്ങളിൽ നിന്നും ഏറ്റവും ബഹുമാനാഥനെ ഭയപ്പെടുന്നവർ മാത്രമാണ്. അതെ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആശയമാണ് വ്യക്തമാക്കിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണിൽ തന്റെ അനുചരന്മാരെല്ലാം ഒരേ നിലയിലായിരുന്നു. ആർക്കും അവരുടെ അടുത്ത് പ്രത്യേക സ്നേഹമോ പ്രത്യേക സ്ഥാനമോ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും അറബിയെക്കാളോ ഏതെങ്കിലും അറബി കൺവേർട്ടിയെക്കാളോ കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ഇസ്ലാമിൽ തകവ കൊണ്ടല്ലാതെ യാതൊരു സ്ഥാനവുമില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം മതി സമത്വ കൽപ്പനയ്ക്കും നീതി പ്രബോധനത്തിനും ഇതൊരു നഗ്നമായ തെളിവാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് വീട്ടിലെത്തിച്ചിട്ട് വേണം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. അത് ഒറ്റക്കെടുത്ത് വീട്ടിലെത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. പലരും അതുവഴി കടന്നു പോകുന്നുണ്ട്. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോഴാണ് അതുവഴി പോകുന്ന യാത്രക്കാരൻ അവരെ കാണുന്നത്. വേഗം അവരുടെ അടുത്തെത്തി ചോദിച്ചു, എന്തു പറ്റി ഉമ്മ? അവർ പറഞ്ഞു, ഈ വൃദ്ധകെട്ട് എന്റെ വീട്ടിലെത്തിക്കണം. ആ വൃദ്ധ കരയാൻ തുടങ്ങി. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഈ വിറകുകെട്ടി ഞാൻ വീട്ടിലെത്തിച്ചതരാം. ആ വൃദ്ധൻ വിറകുകെട്ട് തന്റെ ശിരസിൽ വെച്ചുകൊണ്ട് നടന്നു. വീട്ടിലെത്തി തിരിച്ചു പോകുന്ന യാത്രക്കാരനോട് ആ വൃദ്ധ ചോദിച്ചു, നിന്റെ സ്വദേശം എവിടെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മക്കാരനാണ്. അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു പ്രത്യേക കാര്യം ഉണർത്താനുണ്ട്. മക്കയിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ ഇസ്ലാം എന്ന പേരിൽ മതരംഗ പ്രവേശനം ചെയ്യുന്നുണ്ട്. നീ അതിലൊന്നും ഒടുങ്ങി പോകും. എല്ലാം ക്ഷമയോടെ കേട്ട് നിന്ന് അദ്ദേഹം പറഞ്ഞു, ആ മുഹമ്മദ് നേരാണ്. ആ വൃദ്ധ പൊട്ടിക്കരഞ്ഞു. ഈ മഹാമതസ്ഥനായ അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ മോശമായി സംസാരിച്ചത്. ആ വൃദ്ധ ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ തിരഞ്ഞെടുത്ത ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. إنني أحييكم بتحية الإسلام. وتحية الإسلام هي السلام عليكم ورحمة الله وبركاته. لا أريد أن أخطب خطبة طويلة ولكن أريد أن أتكلم قليلا من خلفاء الراشدين. فمعرفة سير أمراء الأمة لا سيما خلفاء الراشدين منهم مطلوبة محبوبة، فإنهم الذين سيدوا دولة الإسلام ورفعوا راية السلام. والإلهة هي نيابة في أمور الدين والدنيا نيابة عن النبي صلى الله عليه وسلم. لم يجد في نص في كتاب ولا سنة ولا تعين من أليفتي من بعد رسول الله صلى الله عليه وسلم، بل تركوا الأمر إلى الأمة ليختاروا من نحبوا، واجتمعت الصحابة وفاته صلى الله عليه وسلم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، أيها الرئيس المحترم والأساتذة الكرام والأخلاء والأحبة، إني أريد أن ألقي إليكم كلمتين عن حسن رسول الله صلى الله عليه وسلم. فآمن ربنا جل شأنه. الحمد لله على كل حال. أيها السامعون، نحن في حفلة مولد رسول الله صلى الله عليه وسلم الذي أرسل إلى الناس أمينا صادقا. وأريد أن أبحث أمامكم أسوة الحسنة في رسول الله صلى الله عليه وسلم، حيث قال الله تعالى في رسول الله: ولكم في رسول الله أسوة حسنة. وكان النبي صلى الله عليه وسلم مصدر الرحمة والرأفة ومبلغ اللطف والمحبة، وكان أمينا وصادقا في سير سنه، ولذلك يقال الناس بنبي الأمين. ولم يرى العالم مثله، وأكمل آياته أخلاق
طويلا. كره النبي صلى الله عليه وسلم الخمر والميسر والأنساب والأزلام وغير ذلك من أخلاق نميمة، لأن الله تعالى أمرنا باجتنابه كما قال إنما الخمر والميسر والأنساب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. ولا بد للإنسان أن لا يلقي نفسه إلى التهلكة. أختتم كلامي بهذا. السلام عليكم ورحمة الله وبركاته. أيها الرئيس المعظم والمستمعين الكرام، السلام عليكم ورحمة الله وبركاته. قال النبي صلى الله عليه وسلم في زمان الظلمة والجهلة مع العجائب القصيرة، وكان المشركون يعبدون في ذلك الزمان الحجر والشجر والشمس وغيرها، وكانوا يظنون أن ولادة البنات قلة، وبذلك يهيئون لهن وفرة ويدفنوهن فيها مع الحياة. ولما جاء رسول الله صلى الله عليه وسلم بينهم لهم العلم والثقافة والهداية، وكان النبي صلى الله عليه وسلم مبشرا ومنذرا وداعيا إلى توحيد الله تعالى وطاعته مع الصبر والرجاء. وكثير من الناس في هذا الزمان الحديث يعقلون في حقائق الإسلام ويعلمون أن دين الحق هو دين الله الإسلام فقط. الرسول فوجوده وما نهاكم عنهم فانتهوا. أختم خطبتي مع الوصية بالدعاء. السلام عليكم ورحمة الله وبركاته. മക്കയിൽ ജനിച്ചു മദീനയിൽ മറമാടുന്ന
ഞാനും നിങ്ങളോ എന്നൊക്കെ നമ്മുടെ അവസ്ഥ എന്നാൽ ഞാനും നിങ്ങൾ അതിൽ പെടുമോ എന്ന് ഓരോരുത്തരും ചിന്തിച്ച് തെറ്റ് തിരുത്തേണ്ട സമയമാണിത്. ഇത്രയും പറഞ്ഞ് പ്രസംഗം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. Thank you. Celebrate the birthday of Prophet Muhammad sallallahu alaihi wasallam. Today I praise Allah for giving me chance to make a speech in this speech. Muhammad sallallahu alaihi wasallam is our prophet and the last prophet of Allah. So we should love the Prophet sallallahu alaihi wasallam. Muhammad Prophet sallallahu alaihi wasallam said that لا يؤمن أحدكم حتى أكون أحب إليكم من والده وولده والناس أجمعين. You can see in the autobiography of his great follower Khubayb. One day the enemies of Islam imprisoned Khubayb and asked, do you like to hang your leader Muhammad on this gallows? Khubayb died, never I do not like to Muhammad sallallahu alaihi wasallam. Hereby I stop my speech. Assalamu alaikum. And dear ones, Assalamu alaikum. The Islams come from the word Arabic Salima, which means peace to be safe or surrender. So Islam means safe or surrender to the will of Allah. Allah Almighty says in the Quran, Wallah yadu lidar al-Islam. Allah invite you to the God of Raw. May Allah live in peace. I conclude peace with you. Thank you. Have a nice day. Allah തിരുപേരും തുടിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലെ ആയേ മുഹമ്മദ് അവർകില അണോവർ എല്ലാ കിളയിലും വൻകിള ആയോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ സുൽത്താനിൽ ഔലിയാണെന്ന് പേരുള്ളോവർ സയ്യിദ് അവർ തായും ബാവയും ആണോവർ ബാവ മുതവിന്ന് Bye.
വിശുദ്ധമായി ജീവിക്കുകയായിരുന്നു. എനിക്ക് നിരവധി പ്രായമുണ്ട്. ഒരു ദിവസം ഒരു വേടൻ എന്റെ കുട്ടികളെ വേട്ടയാടിക്കൊണ്ടുപോയി. അപ്പോഴേക്കും മാനിന്റെ കണ്ണു നിറഞ്ഞിരുന്നു. മാൻ തുടർന്നു, എന്റെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് പകരം എന്നെ പിടിച്ചാൽ വളരെയധികം നന്നായിരുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേടനെ കണ്ടു കാര്യം പറഞ്ഞു. ഈ മാനിന്റെ കണ്ണുനീര് കാരണം ആ വേടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മുസ്ലിം ആവുകയും മാൻകിടാങ്ങളെ മാനിന് തന്നെ തിരിച്ചു നൽകുകയും ചെയ്തു. പിണ്ടാപ്രാണികളോട് പോലും നബിതങ്ങൾക്ക് നല്ല കാരുണ്യമായിരുന്നു. നമ്മളും മൃഗങ്ങളോടും കുട്ടികളോടും കാരുണ്യം കാണിക്കണം. എന്നാൽ ഞാൻ എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഉപ്പമാര്, താത്തമാര്, കാക്കമാര്, എന്റെ കൂട്ടുകാര്. അസ്സലാമു അലൈക്കും. ഞാനൊരു കൊച്ചു കുട്ടിയാണ്. ഞാനൊരു കൊച്ചു കഥ പറയാം. എല്ലാവരും ചുട്ടുപൂട്ടി കാത്ത് കൂർപ്പിച്ച് കണ്ടു തുറപ്പിച്ച് കേൾക്കണം കേട്ടോ. പണ്ട് വളരെ പണ്ട് ഞാനൊക്കെ ജനിക്കുന്നത് എത്രയോ മുമ്പ്. ശരിക്കും പറഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണിത്. ഒരു ദിവസം മുത്തുനബി നബിയുടെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. നബിയുടെ കരളിന്റെ കഷ്ടമായ മകൾ ഫാത്തിമ ബീവിയുടെ പൊന്നാമന മക്കളാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളും. മുത്തുനബി കുട്ടികളെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ നബിയുടെ ചുമലിലും മടിയിലുമെല്ലാം ചാടിക്കയറിയാകെ കുത്തിമറിയുകയായിരുന്നു. ഉടനെ ഒരാൾ നബിയുടെ ചുമലിൽ ചാടിക്കയറി. ഈ രംഗം കണ്ടു ഒരാൾ കടന്നു വന്നു. അദ്ദേഹം വളരെ അതിശയത്തോടെ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, താങ്കൾ കുഞ്ഞുങ്ങളെ വല്ലാതെ ചുംബിക്കുന്നല്ലോ. എനിക്ക് കുറെ കുട്ടികളുണ്ട്, പക്ഷെ ഒന്നിനെ പോലും ഞാൻ ചുംബിക്കാറില്ല. ഇത് കേട്ട് മുത്തൻ നബി പറഞ്ഞതെന്തെന്നറിയാമോ? താങ്കളുടെ മനസ്സിൽ നിന്ന് സ്നേഹവും കാരുണ്യവും അല്ലാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെങ്ങനെ അത് തിരികെ നൽകാൻ കഴിയും? കേട്ടില്ലേ കൂട്ടരെ, കുഞ്ഞുങ്ങളെ ചുംബിക്കുന്നത് നല്ല കാര്യമാണ്. ജനലോല വിചാരം അത്തരം കാര്യങ്ങൾ തന്റെ നിലക്കും വിലക്കും കോട്ട കെട്ടുമെന്നാണ്. ഭാര്യയോടും കുടുംബത്തോടും കുട്ടികളോടുമുള്ള സ്നേഹം മനസ്സിൽ വെച്ച് പൂട്ടിവെക്കാതെ തുറന്നു വെക്കുക. അനക്കാതെ നോക്കാതെ പകർന്നു കൊടുക്കുക. സ്നേഹം നന്നായി അങ്ങോട്ട് കൊടുത്താൽ ഞാൻ ഇങ്ങോട്ട് കൊടുക്കും. തൽക്കാലം മർഹബ. നിങ്ങൾക്കെല്ലാവർക്കും ഈ കുഞ്ഞിമോനെ ഒരാളും ദിനാശംസകൾ. അസ്സലാമു അലൈക്കും. നമ്മുടെ മുത്തുനബിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പന വട്ടൽ കൊണ്ട് പടർന്നുണ്ടാക്കിയ ഒരു പനിക്കമ്പായിൽ കിടന്നുറങ്ങി. ഉണർന്നെണീച്ച് ആ ഭൂമിയിൽ പായയുടെ പടയാളം പതിഞ്ഞതായി കണ്ടു. സ്വാമികൾ ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു മത്ത ഉണ്ടാക്കി തരട്ടെയോ? വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, ദുനിയാവിലെ സുഖങ്ങൾ എനിക്ക് താല്പര്യമില്ല. ദുനിയാവിലെ സുഖങ്ങൾ എനിക്ക് താല്പര്യമില്ല. യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിൽ കുറച്ച് വിശ്രമിക്കും. പിന്നെ യാത്ര കഴിഞ്ഞു. മതത്താലിലെ വിശ്രമം മാത്രമാണ് ദുനിയാവിലെ താമസം എന്ന് പറഞ്ഞു. മറ്റൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കൊരു ആടിനറുത്ത് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഒരാൾ പറഞ്ഞു, ഞാൻ ആടിനെ അറുക്കാം. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ തോൽ പഠിക്കാം, ഞാൻ പാകം ചെയ്യാം. മറ്റൊരാൾ പറഞ്ഞു. ചർച്ച ശ്രദ്ധിച്ചു കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിറക് ശേഖരിക്കാം. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അങ്ങ് ഇരുന്നാൽ മതി, പണികളെല്ലാം നമ്മൾ ചെയ്തു തരാം, അങ്ങ് ക്ഷമിക്കരുത്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്നും ചെയ്യാതെ തിരിഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്തൊരു ചെറിയ പറ്റാൻ ഞാനോടെ കേട്ട എന്റെ കഥ ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്ലമെങ്കിൽ പുറക്കണം. എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേട്ട് അതയുടെ ഗുണപാഠം ജീവിതത്തിൽ പകർത്തണം. പണ്ട് റസൂലും സഹാബത്തും ഒരു വഴിയിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ആ
വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ഇട്ടുപോയി. വീണ്ടും രക്ഷിക്കാൻ നോക്കിയപ്പോൾ വീണ്ടും നബിയെ കാൽ കുത്തി. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് ചോദിച്ചു, "ഓ നബിയെ, ഇന്നെന്തിനാണ് ഈ ജന്തു രക്ഷിക്കുന്നത്?" അപ്പോൾ നബി പറഞ്ഞു, "ഈ ജീവി സ്വഭാവം നോക്കട്ടെ, ഞാൻ എന്റെ സ്വഭാവം നോക്കട്ടെ. നോക്കൂ കുട്ടികളെ, എന്ത് ലളിതമായ ജീവിതമാണ് നമ്മുടെ ഇത്. അങ്ങനെ എന്റെ കൊച്ചു കഥ ഞാൻ നിർത്താൻ പോകുന്നു." പറയാൻ പോകുന്നത് ഇത് കേട്ട കഥയല്ല, നടന്ന കഥയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു കാട്ടറബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചുറ്റിയിരുന്ന മുണ്ട് പിടിച്ച് ശക്തമായി വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ലവണ്ണം വേദനിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടറബിയെ ഒന്നും ചെയ്തില്ല. കാട്ടറബിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അത് കണ്ട് കാട്ടറബി അന്തം വിട്ടുപോയി. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയുടെ ശക്തിയാണ് നാം ഇവിടെ കണ്ടത്. നമ്മെ ഒരാൾ വേദനിപ്പിച്ചാൽ അവിടെ ഭയങ്കര അടിയും കുത്തും നടക്കില്ലേ? എന്നാൽ അങ്ങനെ പാടില്ല. എല്ലാവരും നല്ല ക്ഷമയുള്ളവരാണ്. എന്റെ കട എത്രയും നേരം ക്ഷമിച്ചിരുന്നു നിങ്ങൾക്ക് നന്ദി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈവാഹിക ജീവിതത്തിൽ മതത്തിന്റെ കാഴ്ചപ്പാട് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പള്ളിയുടെ അകത്തളയിൽ നിന്ന് ആരോ ഒരാൾ തേങ്ങുന്നു. അങ്ങോട്ട് നോക്കൂ, ആരാണ്? ഇരിക്കുന്നുണ്ട്, കൈ ചേർക്കുന്നു. കണ്ണുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഞാൻ വസൂരിയാലും പകർച്ചവ്യാധിയാലും വിപുലമായ മനുഷ്യന് ഒത്തിണങ്ങിയ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ചിന്തിച്ച് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറയാൻ ഈ കസേര തുടക്ക് മാറിക്കാതെയോ? ആശയം തേടിക്കൊണ്ട് ഈ ധന്യമോത്സവത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച കഥയാണ് മരുഭൂമിയിലെ മണൽത്തരികൾ. അതെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ ദൈവവിശ്വാസികൾ ആചരിച്ചിരുന്ന വിചാരങ്ങൾക്കുള്ള മണ്ണിൽ കുഴിച്ചുകൂടിക്കൊണ്ട് അറേബ്യ മരുഭൂമിയിൽ വിശുദ്ധ ഇസ്ലാമിന്റെ വെള്ള പതാക പാറിക്കളത്തിയത് സയ്യിദുനാ അഫ്ളൽ ഉമർ വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രകഥ. തെറ്റുണ്ടെങ്കിൽ പൊറുക്കണമെന്ന അപേക്ഷയോടെ ഞങ്ങൾ തുടങ്ങുന്നു. അവർ
അവരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ പക്ഷെ ഒരു തടസ്സം Mama,
നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളായി പരിപൂർണ്ണ മുഅ്മിനാകുകയില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകരെ ഏറ്റവും സ്നേഹിച്ചത് ഇത് ഏറ്റവും പ്രകടമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. പ്രവാചകരുടെ വിയോഗം സഹിക്കാനാവാതെ പല സഹാബികളും നാട് വിട്ടുപോയി. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ധാരാളം വർഷങ്ങൾക്ക് ശേഷം നാട് വിട്ട ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നു. മദീന നിവാസികൾ ബിലാൽ റളിയല്ലാഹുവിന്റെ ബാങ്ക് കേൾക്കാൻ കൊതിച്ചിരുന്നു. ബിലാൽ റളിയല്ലാഹു വന്നപ്പോൾ ബാങ്ക് കൊടുക്കാൻ മദീന നിവാസികൾ നിർബന്ധിച്ചു. പക്ഷേ നബിതങ്ങൾ മരവെട്ടി കിടക്കുന്ന രാജ്യത്ത് വെച്ച് ബാങ്ക് കൊടുക്കാൻ ബിലാൽ റളിയല്ലാഹു തയ്യാറായില്ല. മദീന നിവാസികളുടെ പിടിവാശി കാരണം അദ്ദേഹത്തിന് ബാങ്ക് കൊടുക്കാൻ അല്ലാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നബിതങ്ങൾ പരാമർശിക്കുന്ന ഭാഗം എത്തിയപ്പോൾ നബിതങ്ങൾ ഓർത്തുപോയ കാരണത്താൽ ബിലാൽ റളിയല്ലാഹു ബോധരഹിതനായി വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് പറയുന്നവരുടെ തലവാളിലിരയാക്കുന്നു പറഞ്ഞുകൊണ്ട് മദീന തെരുവിലൂടെ ഓടിയിരുന്നു. ഇദ്ദേഹത്തെ കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല, നബിതങ്ങളെ കാണാൻ സാധിക്കാത്ത കണ്ണുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ കണ്ണുകൾ ചുയിത്തളിന്റെ സംഭവം വരെ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പാടുന്ന നോക്കി
ശരിക്കും നല്ലോണം നീക്കുന്ന കനിവുളവാക്കുന്ന ശാശ്വത പേര് പേര് തിരക്കിട്ട് പോകുന്നത് മദ്രസയിലേക്കാണ്. നീ വരുന്നില്ലേ? ചങ്ങരംകുളത്ത് മുജാഹിദ് സമ്മേളനം അരങ്ങേറുമ്പോഴാണ് അതിനേക്കാൾ വലിയൊരു നബിദിനമാണ്. എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവുകയാണ്. ഓല്ല, നീ എന്താണ് ഈ പറയുന്നത്? നബിയത്തെയും കേവലം ഒരു വിദേശ പ്രസ്ഥാനത്തിന്റെ സമ്മേളനമായി നീ തരം താഴ്ത്തുകയാണോ? പ്രവാചകന്റെ ജന്മദിനാഘോഷിച്ച് സമയം കളയുന്നതിനേക്കാൾ സമ്മേളനത്തിന് പോകുന്നതാണ് നല്ലത്. ഓല്ല സുഹൃത്ത്, നീ പറഞ്ഞല്ലോ പ്രവാചകന്റെ നബിയത്തേക്കാൾ നല്ലത് മുജാഹിദ് സമ്മേളനമാണെന്ന്. ലോകത്തുള്ള എല്ലാവരെയും തന്നെ കാരണം 3 ദിവസം ആഘോഷിക്കുന്നത് എങ്ങനെയാണ് നാല് പങ്കുകാരെ ചേർക്കലാകുന്നത്? നീ നിഷ്ഫലമായി ചിന്തിച്ച് സത്യം ഏതിലാണെന്ന് മനസ്സിലാക്കി നീ സത്യത്തിലേക്ക് മടങ്ങി വരിക. അത് ശിർക്കെന്നും വഹാബികളൊക്കെ പറയുന്നത് ശരിയല്ല. പ്രവാചകനും മോചിതത്തുകളും സാധാ മനുഷ്യൻ തന്നെയല്ലേ? അല്ല, അല്ലാഹു തആല സാധാരണ മനുഷ്യർക്കില്ലാത്ത മുഅ്ജിസത്തുകളും ശ്രേഷ്ഠതകളും നബിമാർക്ക് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഉദാഹരണത്തിന് നീ ജനിക്കുമ്പോൾ വല്ല അത്ഭുതങ്ങളും ഉണ്ടായതായി നീ വലൈക്കും സലാം. അബ്ദുവാണല്ലോ ഇത്. ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. ഞാൻ ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നിട്ട് 1 മാസത്തോളമായി. നീ എന്റെ കൂടെ വരുന്നോ? നീ എവിടേക്കാണ് പോകുന്നത്? ഇത് സ്നേഹപുരം കതിരിയ മദ്രസയിൽ എത്ര പരിപാടിയാണ്. നബിദിന പരിപാടിയിൽ വന്നാൽ എന്താണ് നേട്ടം? ഒന്നാമതായി മുത്തനബിയുടെ പതിവ് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടുക. അത് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ്. മുത്തനബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗവുമാണ്. പിന്നെ നമുക്ക് സുഹൃത്തുക്കളെ എല്ലാം ഒന്ന് കാണാം. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതെന്താ നിനക്ക് നബിദിനം കഴിക്കുന്നതിനോട് ഇത്ര വലിയ പുച്ഛം? ഈ ഗൾഫിൽ എവിടെയായിരുന്നു? ഞാൻ റിയാദിലായിരുന്നു. ഈ റിയാദിലായത് നിനക്ക് ഈ പരമാറ്റം വരാനുണ്ടായ കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്? നിന്നെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവും. റിയാദിൽ എന്താണ് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം പറയാം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം ഇരിക്കുന്ന സന്ദർഭം ഷാമിൽ ബറക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. അപ്പോൾ ലജ്ജത്തിൽ നിന്ന് വന്നവർ പറഞ്ഞു, നബിയെ, ലജ്ജത്തിൽ ബറക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലജ്ജത്തിൽ ബറക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയില്ല. കാരണം ശേഷം അവിടെ ശൈതാനിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടും. തീർച്ച. ഏതാണ് സാധിക്കേ നബിതങ്ങൾ പറഞ്ഞ ആ ശൈത്താനിന്റെ കൊമ്പ്? പറയാം, അത് ഇബ്നു അബ്ദുൽ വഹാബാണ്. ഇബ്നു അബ്ദുൽ വഹാബിനെ പരിചയമുണ്ടോ? അറിയില്ല സുഹൃത്തെ, ഒന്ന് പരിചയപ്പെടുത്തിയാൽ. നമ്മുടെ കൊച്ചു കേരളത്തിലും മറ്റുമൊക്കെ പുത്തൻവാദം കൊണ്ടുവന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് പോലത്തെ പുത്തൻവാദികളുടെ നേതാവാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അതുകൊണ്ടാണ് ഇവർ വഹാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധിക്കേ, നീ ഇപ്പോൾ പറഞ്ഞതൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടും എനിക്കൊരു സംശയം ബാക്കിയുണ്ട്. നിന്റെ സംശയം എന്താണെങ്കിലും ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നെഞ്ചത്തിൽ ശൈതാനിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടും എന്നല്ലേ? ഞാൻ റിയാദിലാണല്ലോ. റിയാദും നജദും തമ്മിൽ എന്താണ് ബന്ധം? സുഹൃത്തെ, പഴയ കാലത്തെ രചിത തന്നെയാണ് ഇത് റിയാദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, എന്റെ സംശയം രൂപീകരിച്ചതിന് അല്ലാഹുവിന് സ്തുതി. ഞാൻ ഇനി മുതൽ സുന്നിയായി തന്നെ ജീവിക്കും. എന്നാൽ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മിസറപ്പതിവാണിട് മനസ്സിനും
പുളച്ചു വിതകിതമാൽ അടച്ച് കഥകുകൾ വിളിച്ചു ശരുവത്തൽ പുളച്ചു വിതകിതമാൽ അടച്ച് കഥകുകൾ വിളിച്ചു ശരുവത്തൽ പുളച്ചു വിതകിതമാൽ. അല്ലാഹു യാ റഹ്മാൻ അല്ലാഹു യാ സുബ്ഹാൻ അൽഹംദു യാ റഹീം അൽ മലികുൽ അലീം മുഅ്മിൻ മുഹൈമിൻ അബാർ മാലികുൽ മുൽക്കി ലബാർ മുഖ്സിത് ജാമിഇനെ മുഅ്മിൻ മാലിയനെ മുഅ്മിൻ മുഹൈമിൻ അബാർ മാലികുൽ മുൽക്കി ലബാർ മുഖ്സിത് ജാമിഇനെ മുഅ്മിൻ മാലിയനെ യാ വാഹിദേ യാ മാജിദേ യാ ഖാദിറേ യാ നാസിറേ. മുത്തിനബിയേ സത്യനിധിയേ ആ മുത്തിമാണത്ത് സലാമും ചൊരിഞ്ഞിടട്ടെ. മുത്തിനബിയേ ആ സത്യനിധിയേ ആ മുത്തിമാണത്ത് സലാമും ചൊരിഞ്ഞിടട്ടെ. വല്ലി റബ്ബന അലൈഹിസ്സലാം സയ്യിദുൽ ആലമീന യാ റസൂലേ സലാം. വല്ലി റബ്ബന അലൈഹിസ്സലാം സയ്യിദുൽ ആലമീന യാ റസൂലേ സലാം. അഹദീനിന്റെ അടിമകൾ ഞങ്ങൾ പാടുന്നു ഉന്നതനീ വായുവും വെള്ളവും വെളിച്ചവും നൽകിയ യജമാനല്ലേ നീ. വായുവും വെള്ളവും വെളിച്ചവും നൽകിയ യജമാനല്ലേ നീ. അല്ലാഹു 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 അല്ലാഹു. അഹദീനിന്റെ അടിമകൾ ഞങ്ങൾ പാടുന്നു ഉന്നതനീ വായുവും വെള്ളവും വെളിച്ചവും നൽകിയ യജമാനല്ലേ നീ. വായുവും വെള്ളവും വെളിച്ചവും നൽകിയ യജമാനല്ലേ നീ. അല്ലാഹു 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 അല്ലാഹു. അഹദേനിജ്ഞാനമണി ലോകം അഹദേനിജ്ഞാനമണി ലോകം നീ തന്ന ജീവന്റെ സൗഭാഗ്യനാദങ്ങൾ കേൾക്കാൻ അർഹമല്ലേ. നീ തന്ന ജീവന്റെ സൗഭാഗ്യനാദങ്ങൾ കേൾക്കാൻ അർഹമല്ലേ. അല്ലാഹു 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 അല്ലാഹു. അഹദീനിന്റെ അടിമകൾ ഞങ്ങൾ പാടുന്നു ഉന്നതനീ വായുവും വെള്ളവും വെളിച്ചവും നൽകിയ യജമാനല്ലേ നീ. വായുവും വെള്ളവും വെളിച്ചവും നൽകിയ യജമാനല്ലേ നീ. അല്ലാഹു 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 അല്ലാഹു. ആനന്ദമേകും രാഗം പാടിടും മംഗല്യ നേരം പാടിടും മംഗല്യ നേരം മോദം പാരത്തുവാനെ ഫാത്തിമ ഇടയാക്കുവാനെ മുഞ്ചിൽ വന്നെത്തി മുത്ത് തങ്ങളലിയാരെ വരും തങ്ങളലിയാരെ വരും. ഈണം പീഡിച്ച് മൂളി ഇശലേകി പാടിക്കിളി ആനന്ദമേകും രാഗം പാടിടും മംഗല്യ നേരം പാടിടും മംഗല്യ നേരം മോദം പാരത്തുവാനെ ഫാത്തിമ ഇടയാക്കുവാനെ മുഞ്ചിൽ വന്നെത്തി മുത്ത് തങ്ങളലിയാരെ വരും തങ്ങളലിയാരെ വരും. ഈണം പീഡിച്ച് മൂളി ഇശലേകി പാടിക്കിളി ആനന്ദമേകും രാഗം പാടിടും മംഗല്യ നേരം പാടിടും മംഗല്യ നേരം മോദം പാരത്തുവാനെ ഫാത്തിമ ഇടയാക്കുവാനെ മുഞ്ചിൽ വന്നെത്തി മുത്ത് തങ്ങളലിയാരെ വരും തങ്ങളലിയാരെ വരും. പൊളിപോകും കുടവണിഞ്ഞി പുലിമഹ് അലിയർ ഒരുങ്ങിടുന്നേ മധുമങ്ക ഫാത്തിമ ബീവി പുതുപുതുനാരി ചാമഞ്ഞിടുന്നേ. ഒളിത്തോകും കുടവണിഞ്ഞി പുലിമഹ് അലിയർ ഒരുങ്ങിടുന്നേ മധുമങ്ക ഫാത്തിമ ബീവി പുതുപുതുനാരി ചാമഞ്ഞിടുന്നേ. പൊന്നിലവിലും സിലവിലമേളം പൂമള പെയ്യും ഉത്സവമേളം ഭൂവിയ കത്തൽ പുഞ്ചിരി താളം. പൊന്നിലവിലും സിലവിലമേളം പൂമള പെയ്യും ഉത്സവമേളം ഭൂവിയ കത്തൽ പുഞ്ചിരി താളം. രാഗം കഥകതാളം തിമിതിമി മേളം ജോലിച്ചിടുന്നേ. നന്ദീരി സുന്ദരമായൊരു പൂമടി ഘട്ടം പാരം നേടുന്നേ. പുതുരാഗം കഥകതാളം തിമിതിമി മേളം
ജോലിച്ചിടുന്നേ മനീരിൽ സുന്ദരമായൊരു കുമളിഗന്ധം പരത്തിടുന്നേ മൂളിക്കിശലേക്ക് പാടിക്കേലി ആനന്ദമേകും രാഗം പാടിടും മംഗല്യ നേരം ബോധം പാരത്തുവാന് ഫാത്തിമ ഇണയാക്കുവാന് മുഖ്യം വന്നെത്തി മുത്ത് തങ്ങളടിയാറെ വരും ഒളിതൂകും പുടവണിഞ്ഞ് പുലിടുന്നേ പതുമങ്ക ഫാത്തിമ ബീവി പുതുപുതുനാരി ചാമഞ്ഞിടുന്നേ ഒളിതൂകും പുടവണിഞ്ഞ് പുലിമൽ അലിയർ ഒരുങ്ങിടുന്നേ ഫാത്തിമ ബീവി പുതുപുതുനാരി ചാമഞ്ഞിടുന്നേ ചന്ദ്രമൊഴിയിൽ കൊച്ചും കോശം ചമ്പകമലരുവിരിയും കോച്ചും ഭൂമേഘത്തമണിഞ്ഞൊരു കോച്ചും ചന്ദ്രമൊഴിയിൽ കൊച്ചും കോശം ചമ്പകമലരുവിരിയും കോച്ചും ഭൂമേഘത്തമണിഞ്ഞൊരു കോശം കോശത്താൽ പിരിമിരിമിന്നി സുരസുരപീരി ചിരിച്ചിടുന്നേ തെളിയതുവഴി മങ്ക ജോലിച്ചിടുന്നേ കോശത്താൽ പിരിമിരിമിന്നി സുരസുരപീരി ചിരിച്ചിടുന്നേ തെളിയതുവഴി മങ്ക ജോലിച്ചിടുന്നേ ഈണം പിടിച്ച് മോളി കിശലേകി പാടിക്കിനി ആനന്ദമേകും പാടിടും മംഗല്യ നേരം ബോധം പാരത്തുവാന് ഫാത്തിമ ഇണയാക്കുവാന് മുഞ്ചി വന്നെത്തി മുത്ത് തങ്ങളലിയാറെ വരും ഈണം പിടിച്ച് മോളി കിശലേകി പാടിക്കിനി ആനന്ദമേകും രാഗം പാടിടും മംഗല്യ നേരം ബോധം പാരത്തുവാന് ഫാത്തിമ ഇണയാക്കുവാന് മുഞ്ചി വന്നെത്തി മുത്ത് തങ്ങളലിയാറെ വരും നീ തന്ന ജയക്കൊടി പറിപ്പിക്കാൻ ഒരുങ്ങിയ സഹാബികൾ തള്ളിയലച്ച് കുതിച്ച് മതിച്ചൊരസിച്ച് ചമർത്തും കുടിലൊരു കുടി കുടിച്ചും കള്ള പുകിലുകൾ മതിമതിച്ചും അന്ന് ജയിച്ച് മടങ്ങവർ വിറച്ച് നടുങ്ങത് കണ്ടാനേ ഭയം പൂണ്ടാനേ കണ്ടാനേ ഭയം പൂണ്ടാനേ ജയക്കൊടി പരത്തിക്കൊരുങ്ങിയ സഹാബികൾ തള്ളിയലച്ച് കുതിച്ച് മതിച്ചുരസിച്ച് ചമർത്തും കുടിലൊരു കുടി കുടിച്ചും കള്ള കുടിലുകൾ മതിമതിച്ചും അന്ന് ജയിച്ച് മടങ്ങവർ വിറച്ച് നടുങ്ങത് കണ്ടാനേ ഭയം പൂണ്ടാനേ കണ്ടാനേ ഭയം പൂണ്ടാനേ പതുരിന്റെ പെരുമാറി പതിവമ്പന ഭുജഹൽ വീറോടെ നീ തന്ന ജയക്കൊടി പറിപ്പിക്കാൻ ഒരുങ്ങിയ സഹാബികൾ തള്ളിയലച്ച് കുതിച്ച് മതിച്ചുരസിച്ച് ചമർത്തും കുടിലൊരു കുടി കുടിച്ചും കള്ള പുകിലുകൾ മതിമതിച്ചും അന്ന് ജയിച്ച് മടങ്ങിയവർ വിറച്ച് നടുങ്ങത് കണ്ടാനേ ഭയം പൂണ്ടാനേ കണ്ടാനേ ഭയം പൂണ്ടാനേ മല പോലെ ആക്കിയിടക്കുന്നു അബൂജാഹിൽ നീലത്ത് പുറംപാലത്ത് ബനു മസ്ഊദ് അത് കണ്ടിട്ടാടുത്തേ മല പോലെ ആക്കിയിടക്കുന്നു അബൂജാഹിൽ നീലത്ത് പുറംപാലത്ത് ബനു മസ്ഊദ് അത് കണ്ടിട്ടാടുത്തേ നീട്ടി അവർ വെട്ടി പടവാളുകൾ നിരനിരയായി കിടക്കുന്ന പതുരിന്റെ പെരുമാറി പതിവമ്പന ഭുജഹീറോടെ നീ തന്ന ജയക്കൊടി പറിപ്പിക്കാൻ ഒരുങ്ങിയ സഹാബികൾ തള്ളിയലച്ച് കുതിച്ച് മതിച്ചുരസിച്ച് ചമർത്തും കൊടിലൊരു കുടി കുടിച്ചും കള്ള പുകിലുകൾ മതിമതിച്ചും അന്ന് ജയിച്ച് മടങ്ങവർ വിറച്ച് നടുങ്ങത് കണ്ടാനേ ഭയം പൂണ്ടാനേ കണ്ടാനേ ഭയം പൂണ്ടാനേ മല പോലെ ആക്കിയിടക്കുന്നു അബൂജാഹിൽ നീലത്ത് പുറംപാലത്ത് ബനു മസ്ഊദ് അത് കണ്ടിട്ടാടുത്തേ മല പോലെ ആക്കിയിടക്കുന്നു അബൂജാഹിൽ നീലത്ത് പുറംപാലത്ത് ബനു മസ്ഊദ് അത് കണ്ടിട്ടാടുത്തേ നീട്ടി അവർ വെട്ടി പടവാളുകൾ നിരനിരയായി കിടക്കുന്ന
പതിരിന്റെ പേരിമാറി അതിനമ്പന ബുജഹീറോട് നീ തന്ന ജയത്തോടെ പറപ്പിക്കാൻ ഒരുങ്ങിയ സഹാബികൾ തള്ളിയലച്ച് കുതിച്ച് മതിച്ച് രസിച്ച് ചമയത്ത് കുടിലറെ കുടിച്ചും കള്ള പുകിലുകൾ മതിച്ചും അന്ന് ജയിച്ച് മടങ്ങിയവർ വിറച്ച് നടുങ്ങിയത് കണ്ടാനെ കൊണ്ടാനെ ഭയം പൂണ്ടാനെ കണ്ടാനെ കൊണ്ടാനെ ഭയം പൂണ്ടാനെ തിരുതാനെ വീർത്ത് തിരുസഹപരുമത്ത് തിരുനോമ്പെടുത്ത് പടനീയേ കിഴക്കത്തിൽ ഇസ്ലാമിൽ കൊടിവാനിൽ പറത്തുവൻ തിരുക്കത്തിൽ പടയുന്ന നീയേ തിരുതാനെ വീർത്ത് തിരുസഹപരുമത്ത് തിരുനോമ്പെടുത്ത് പടനീയേ ബദറിന്റെ വിരിമാറി ബദറും റസൂലുമത്ത് ബദറിന്റെ വിരിമാറി ബദറും റസൂലുമത്ത് ബഹുക്കമ പടയോട് ബഹുജന പടയോട് പടവെട്ടി മുന്നോട്ട് ബഹുക്കമ പടയോട് ബഹുജന പടയോട് പടവെട്ടി മുന്നോട്ട് കിഴക്കത്തെ ഇസ്ലാമിൽ കൊടിവാനിൽ പറത്തുവൻ തിരുക്കത്തിൽ പടയുന്ന നീയേ തിരുതാഹനെ വീർത്ത് തിരുസഹപരുമത്ത് തിരുനോമ്പെടുത്ത് പടനീയേ ഉശിരണ ഉപദത്തും തൊഴുതൊലും അലിയാരും ഉശിരണ ഉപദത്തും തൊഴുതൊലും അലിയാരും വിജയത്തിൽ കൊടി നാട്ടി വെണ്ണിക്കൊടി നാട്ടി സഭത്തെ മുന്നോട്ട് വിജയത്തിൽ കൊടി നാട്ടി വെണ്ണിക്കൊടി നാട്ടി സഭത്തെ മുന്നോട്ട് തിളക്കത്തെ ഇസ്ലാമിൽ കൊടിവാൻ പറത്തുവൻ തിരുക്കത്തിൽ പടയുന്ന നീയേ തിരുതാഹനെ വീർത്ത് തിരുസഹപരുമത്ത് തിരുനോമ്പെടുത്ത് പടനീയേ തിളക്കത്തെ ഇസ്ലാമിൽ കൊടിവാൻ പറത്തുവൻ തിരുക്കത്തിൽ പടയുന്ന നീയേ തിരുതാഹനെ വീർത്ത് തിരുസഹപരുമത്ത് തിരുനോമ്പെടുത്ത് പടനീയേ ഞങ്ങൾ ഇവിടെ നീറുത്തിടുന്നേ ഞങ്ങൾ ഇവിടെ നീറുത്തിടുന്നേ നാട്ടുകാരെ സലാം വീട്ടുകാരെ സലാം ഞങ്ങൾ ഇവിടെ നീറുത്തിടുന്നേ ഞങ്ങൾ ഇവിടെ നീറുത്തിടുന്നേ നാട്ടുകാരെ സലാം വീട്ടുകാരെ സലാം ഞങ്ങൾ ഇവിടെ നീറുത്തിടുന്നേ ഞങ്ങൾ ഇവിടെ നീറുത്തിടുന്നേ നന്നായി അഹങ്കാരമില്ല തെറ്റുപറ്റിയിട്ടില്ലെന്ന വിശ്വാസമില്ല ക്ഷമ ചോദിക്കുന്നു ഞങ്ങള് ക്ഷമ നൽകുന്നവർ നിങ്ങളാ ക്ഷമ ചോദിക്കുന്നു ഞങ്ങള് ക്ഷമ നൽകുന്നവർ നിങ്ങളാ ക്ഷമ ചോദിക്കുന്നു ഞങ്ങള് ക്ഷമ നൽകുന്നവർ നിങ്ങളാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം യാ റബ്ബി